ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലിംസ് ഓഫ് ഇംഗ്ലീഷ്. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമർ അറിയാത്തവർക്കും അറിയുന്നവർക്കും ഒരുപോലെ അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു വേദി ഒരുക്കുകയാണ് എൻ്റെ ഉദ്ദേശം. എന്നാലും ബേസിക് ആയിട്ടുള്ള ഗ്രാമറുകൾ ഞാൻ ഓരോ വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും ഭയമില്ലാതെ സംസാരിക്കാം. നമ്മുടെ ഈ വീഡിയോയിലൂടെ ഒരു ഇമിറ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടും ഗ്രാമർ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും. എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഭയമുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. വിദ്യാഭ്യാസം കൂടി എന്ന് വിചാരിച്ച് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊരിക്കലും അത് സ്വായത്തമാക്കുക സാധ്യമല്ല. നിത്യേനയുള്ള അഭ്യാസത്തിലൂടെ മാത്രമാണ് നമ്മൾക്ക് ഏതൊരു ഭാഷയും നമ്മുടെ അധീനതയിൽ എത്തിക്കുവാൻ സാധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഒപ്പം ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങുക. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ന് ടെൻസസിനെ കുറിച്ചാണ്. അത് ഞാനൊരു കഥ രൂപേണ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാം. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ കൊച്ചുകുട്ടികളും ഈ കഥ കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് അത് ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കണം, ഏത് ടോപ്പിക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്, അതും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് തന്നാൽ അതും ഞാൻ ഓരോ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഗ്ലിംസ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഈ ഇംഗ്ലീഷ് നമ്മുടെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ഡീപ്പായിട്ട് ഗ്രാമർ പോയി പഠിക്കണം എന്നൊന്നുമില്ല. നമ്മൾക്ക് അത്യാവശ്യം ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഓരോ സമയത്തും എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവിടെ എങ്ങനെ ഏത് ഗ്രാമർ ഉപയോഗിക്കണം, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ, അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്കൊന്ന് പഠിച്ചാലോ? ഇന്ന് നമുക്ക് ടെൻസസ് പഠിക്കാം. ഓക്കെ, എത്ര തരം ടെൻസസ് ഉണ്ടെന്നും അത് ഓരോ ടെൻസും എങ്ങനെയാണെന്നും അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഫോം, അത് എങ്ങനെ എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാമറിൻ്റെ ടെൻസസ് കണ്ടോളൂ. ഒരു സ്ഥലത്ത് ഒരു ടെൻസസ് എന്ന രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയണ്ടേ? അവരുടെ പേരാണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് രാജകുമാരനും പ്രസൻറ്റ് രാജകുമാരനും ഫ്യൂച്ചർ രാജകുമാരനും. ഈ 3 രാജാക്കന്മാരും വിവാഹം കഴിച്ച് അവർക്ക് 4 മക്കൾ വീതം ഉണ്ടായി. ഈ മക്കളുടെ പേരാണ് പാസ്റ്റിൻ്റെ മക്കൾ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റിൻ്റെ മക്കളാകട്ടെ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൻ്റെ മക്കളുടെ പേരെന്താണെന്ന് അറിയണ്ടേ? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവർക്കെല്ലാവർക്കും ഒരു പ്രത്യേകത കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ഈ പാസ്റ്റ് എന്ന രാജകുമാരൻ എല്ലാം കഴിഞ്ഞ കാര്യങ്ങളെ പറയുകയുള്ളൂ. പ്രസൻറ്റ് രാജകുമാരൻ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ഫ്യൂച്ചർ രാജകുമാരനോ നമ്മുടെ ഭാവി കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവാണുള്ളത്. അപ്പോൾ ഈ 3 രാജകുമാരന്മാരുടെ മക്കൾക്കും അപ്പൻ്റെ സെയിം ഗുണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എന്തായിരിക്കും? പാസ്റ്റിൻ്റെ മക്കളെല്ലാം 4 പേരും പാസ്റ്റ് കാര്യങ്ങളെ പറയുകയുള്ളൂ. പ്രസൻറ്റിൻ്റെ മക്കളോ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഫ്യൂച്ചറിൻ്റെ മക്കൾ ഫ്യൂച്ചർ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. അപ്പോൾ നല്ല കാര്യമല്ലേ നമുക്ക് ഓർത്തിരിക്കാൻ? പാസ്റ്റ് രാജകുമാരനെ എങ്ങനെയാണ് ഓർത്തിരിക്കുക? കഴിഞ്ഞുപോയ
ഇന്നലകളെ ഓർക്കുക. പ്രസന്റ് രാജകുമാരനെ ഓർക്കാൻ ഇന്നത്തെ കാര്യങ്ങൾ ഓർക്കുക. ഫ്യൂച്ചർ രാജകുമാരനെ ഓർക്കാൻ ഫ്യൂച്ചർ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാജകുമാരന്മാരുടെ സ്വഭാവങ്ങൾ. പിന്നെയും ഉണ്ട് പ്രത്യേകതകൾ. എന്താണെന്നല്ലേ? ഈ പാസ്റ്റിൻ്റെ എല്ലാ മക്കളുടെ കൂടെയും അവരുടെ അപ്പൻ്റെ പേര് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റിൻ്റെയും അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൻ്റെ മക്കൾക്കും അവരുടെ അപ്പൻ്റെ പേര് കൂടെയുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? 3 രാജകുമാരന്മാരും അവരുടെ മക്കളും അവരുടെ സ്വഭാവവും മനസ്സിലായി. ഇനി നമുക്ക് ഓരോ രാജകുമാരന്മാരുടെ മക്കളെയും പരിചയപ്പെടാം. ആരെ ആദ്യം പരിചയപ്പെടണം? നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ പ്രസൻറ്റിനെ പോയി പരിചയപ്പെടാം. സിമ്പിൾ പ്രസൻറ്റ് എന്ന് വെച്ചാൽ ഹാബിറ്റ്സ്, റുട്ടീൻസ്, ഫാക്ട്സ്, ഈ കാര്യങ്ങളെ പറയാനാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു. അത് നമ്മുടെ ഒരു ഹാബിറ്റാണ് അല്ലേ? റുട്ടീൻസ് ആണെങ്കിലോ ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ, ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വായിക്കുന്നത് നമ്മുടെ ഒരു റുട്ടീനാണ്. ഫാക്ട്സ് ആണെങ്കിലോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതും ഒരു ഫാക്റ്റാണ് അല്ലേ? ഇതിൻ്റെ ഫോം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V1. ഐ യു ദേവിയുടെ കൂടെ അതിൻ്റെ കറക്റ്റ് വെർബ് ഫോമും ഹി ഷീ ഇറ്റിൻ്റെ കൂടെ എസ് ഓർ ESഉം നമ്മൾ ചേർക്കും. അപ്പോൾ ഇവിടെ ഐ പ്ലേ, ഹി പ്ലേസ്. വി വർക്ക്, ഇറ്റ് വർക്ക്സ് ഓർ ഷീ വർക്ക്സ്. ദേ ഡ്രിങ്ക്, ഷീ ഡ്രിങ്ക്സ്. മനസ്സിലായില്ലേ? എസ് ഓർ ES നമ്മൾ ചേർക്കണം. അത് മാത്രമാണ് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയെല്ലാം നമ്മൾക്ക് സബ്ജക്റ്റ് പ്ലസ് V1 എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, റുട്ടീൻ, ശീലങ്ങളെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണല്ലോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. ഡു ഉപയോഗിച്ച് ആണ് എല്ലാ വെർബും തുടങ്ങുന്നത്. ഡു പ്ലേ, പ്ലേ ഡിവൈഡ് ചെയ്താൽ ഡു പ്ലസ് പ്ലേ. അപ്പോൾ ഡുവിനെ, ശീലത്തെ, ഹാബിറ്റിനെ ഓർത്തിരിക്കാൻ ദുശീലം എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഹാബിറ്റ്സ്, റുട്ടീൻസ് ആൻഡ് ഫാക്ട്സ്. അതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. വെർബിന് എത്ര ഫോംസ് ഉണ്ട്? 3 ഫോംസ്. അതിലെ ഫസ്റ്റ് ഫോംസ്. ഇതിനൊരു ഗ്രാമർ റൂൾസ് കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ടു ഫോം സിമ്പിൾ പ്രസൻറ്റ് വി ആഡ് എസ് ഓർ ES. ഞാനിപ്പോൾ പറഞ്ഞിരുന്നു വെർബിൻ്റെ കൂടെ എസ് ഓർ ES ചേർക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് ഐ ലീവ്, ഷീ ലീവ്സ്. ഐ സിങ്, ഷീ സിങ്സ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ മെമ്മറിയിലൊന്ന് ഓർത്തിരിക്കുകയോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വയ്ക്കുകയോ ചെയ്താൽ മതി. ഇതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നതേ ഉള്ളൂ. ദ വെർബ് എൻഡ്സ് ഇൻ O, SS, SH, CH, X or ZZ. ഇങ്ങനെ അവസാനിക്കുന്ന വെർബിൻ്റെ കൂടെ നമ്മൾ ES ആഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കിക്കോളൂ. ക്യാച്ച്, ക്യാച്ചസ്. പാസ്, പാസസ്. പുഷ്, പുഷസ്. ഫിക്സ്, ഫിക്സസ്. ബസ്, ബസസ്. കണ്ടില്ലേ? അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമല്ലേ? CH, SS, SH, X, ZZ. കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു തവണ നിങ്ങളുടെ ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. കുട്ടികളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ എവിടെയാണ് എസ് എന്നും എവിടെയാണ് ES എന്നും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ക്ലിയറായോ? നമ്മൾ വെർബിൻ്റെ ഈ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ, ഈ ഗ്രാമർ റൂൾസ് ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് തെറ്റുകൂടാതെ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. സിംഗുലർ ഫോമിൻ്റെ കൂടെ എപ്പോഴും എസ് ഓർ ES ചേർക്കണം. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് അയ്യോ ദേവിയുടെ കൂടെ നമ്മൾ
വെർബ് മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പം ലീവ്, സിങ്, വർക്ക്, ഈറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പം സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് നമ്മളുടെ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കും. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഇതും കൂടി കുറിച്ച് വെച്ചോളൂ. ദ verb ends in a consonant letter Y. കോൺസണന്റ് ലെറ്റർ വൈയിൽ അവസാനിക്കുന്ന ഒരു വെർബാണെങ്കിൽ ആ വൈ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് IES എന്നാക്കണം. YES എന്നാക്കില്ല, വൈ മാറ്റി IES. ഫ്ലൈ, ഫ്ലൈസ്, ഹരി, ഹറീസ്, സ്റ്റഡി, സ്റ്റഡീസ്, റിപ്ലൈ, റിപ്ലൈസ്. കണ്ടോ? ഈ ഫസ്റ്റ് വെർബ് എല്ലാം വൈയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമില്ലേ ഓർത്തിരിക്കാൻ? ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എല്ലാം കാര്യങ്ങളും പറഞ്ഞതെല്ലാം ഒന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം. ആരാണ്? സിമ്പിൾ പാസ്റ്റ്. അതിൻ്റെ ഫോം എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ സെക്കൻഡ് ഫോം. വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്ന് വെച്ചാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഫോം. സാധാരണ വെർബിന് V1, V2, V3 എന്ന 3 ഫോമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അതിലെ V2 ഫോമാണ് സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയ കാര്യം പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഐ പ്ലേഡ് ക്രിക്കറ്റ്. വി വെന്റ് ടു സ്കൂൾ. ഷീ ഗേവ് മീ എ ഗിഫ്റ്റ്. എന്താണ്? ഞാൻ ക്രിക്കറ്റ് കളിച്ചു. പ്ലേഡ്, പ്ലേ എന്ന V1 ഫോം V2 ഫോമിലേക്ക് മാറിയപ്പോൾ പ്ലേഡായി. വി വെന്റ് ടു സ്കൂൾ, ഞങ്ങൾ സ്കൂളിൽ പോയി. ഗോ എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വെന്റ്. ഷീ ഗേവ് മീ എ ഗിഫ്റ്റ്. ഗീവ് എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഗേവ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രസൻറ്റ് എന്നുള്ളത് സിമ്പിൾ ഇപ്പോൾ നടക്കുന്ന കാര്യവും, പാസ്റ്റ് എന്നത് ഇന്നലെ നടന്നതും, കഴിഞ്ഞുപോയി. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞുപോയ കംപ്ലീറ്റഡ് ആക്ഷൻ പാസ്റ്റിൽ നടന്നതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. പ്ലേയുടെ സെക്കൻഡ് ഫോം ആണ് പ്ലേഡ്, ഗോ, വെന്റ്, ഗീവ്, ഗേവ്. ഓക്കെ, നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാൽ അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം പ്ലസ് വെർബ് ING. അതെന്തായിരിക്കും? ആക്ഷൻ ഹാപ്പനിങ് നൗ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിലും ഓർത്തിരിക്കേണ്ടത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ഈസ് എന്ന ഓക്സിലറി വെർബ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഐയുടെ കൂടെ ആം ആയിരിക്കും. യു, ദേ, വിയുടെ കൂടെ ആർ ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഹീ, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി. ഓക്സിലറി വെർബ് ഈസ് ആർ ആം, വെർബ് ING. ഈസ് ആർ ആം ഓക്സിലറി വെർബ്, പിന്നെ വെർബ് പ്ലസ് ING. എക്സാമ്പിൾ നോക്കിക്കേ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ടീച്ചർ. ഞാനൊരു ലെറ്റർ ടീച്ചറിന് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ വാച്ചിങ് മൂവി. ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇപ്പോൾ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറയാൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തന്നെ ഈ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതിക്കേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഓരോ ടെൻസിൻ്റെയും ഓരോ എക്സാമ്പിൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ എഴുതിയത് തെറ്റാണോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. ആക്ഷൻ ഇപ്പോൾ തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഐ ആം സ്റ്റഡിങ്, ഐ ആം റൈറ്റിംഗ്, വി ആർ വാച്ചിങ്, ഇറ്റ്സ് റെയിനിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ
സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും നമ്മൾ പഠിച്ചു. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? 3ഉം കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കിക്കോണം. പ്രസൻറ്റിലുള്ള കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞപ്പോൾ, പാസ്റ്റിലുള്ള കാര്യം സിമ്പിൾ പാസ്റ്റിൽ. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അടുത്തത് നമ്മൾക്ക് പഠിക്കുവാനുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് മനസ്സിലായല്ലോ. ആക്ഷൻ ഹാപ്പനിങ് നൗ. ഓക്കെ, ആക്ഷൻ ഹാപ്പനിങ് നൗ, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറയുമ്പോൾ അൺഫിനിഷ്ഡ് ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് ing. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് ing. അൺഫിനിഷ്ഡ് ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. എവിടെയോ തീരാത്ത, ഫിനിഷ് ആവാത്ത ഒരു തുടർച്ചയായി നടന്ന ഒരു കാര്യം പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. എക്സാമ്പിൾ നോക്കാം. ദേ വെയർ ലിസണിങ് മ്യൂസിക് വെൻ വി അറൈവ്ഡ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അവർ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. ബ്രേക്ക് ആയിപ്പോയി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആ പാട്ട് ബ്രേക്ക് ആയിപ്പോയി, അല്ലേ? ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ് വെൻ റാം ലെഫ്റ്റ് ഫോർ വർക്ക്. റാം ജോലിക്ക് പോയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ റാം ജോലിക്ക് പോയി. അപ്പോൾ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ആക്ഷൻ അവിടെ നടന്നു. മനസ്സിലായോ? ഒരാക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഒരാക്ഷൻ നടന്നു. 2 പാസ്റ്റിൽ തന്നെയാണ് നടന്നേക്കുന്നത്, അല്ലേ? ദേ വെയർ ലിസണിങ് മ്യൂസിക് എന്ന് വെച്ചാൽ ദേ വെയർ ലിസണിങ്, അവർ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ വി അറൈവ്ഡ്. വെൻ വി അറൈവ്ഡ് എന്ന് പറഞ്ഞാലും സിമ്പിൾ പാസ്റ്റിലാണ് അതിനകത്ത് ചേർത്തേക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ദേ വെയർ ലിസണിങ് മ്യൂസിക് വെൻ വി അറൈവ്ഡ്. ഓക്കെ, മനസ്സിലായോ? ഇറ്റ് വാസ് റെയിനിങ് ഔട്ട്സൈഡ് വെൻ റാം ലെഫ്റ്റ് ഫോർ വർക്ക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ആക്ഷനും സംഭവിച്ചു. 2ഉം പാസ്റ്റിൽ കഴിഞ്ഞതാണ്. പക്ഷേ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ ബ്രേക്ക് ചെയ്യാൻ അടുത്ത ആക്ഷൻ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയാലാണ് അടുത്ത ടെൻസിലേക്ക് മനസ്സിലാവുള്ളൂ. ഇത് ജസ്റ്റ് ബേസിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ആരും മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഞാൻ 4 ടെൻസസ്, നമ്മളിപ്പോൾ പഠിച്ച 4 ടെൻസസിൻ്റെ റിവ്യൂ പറയാം. സിമ്പിൾ പ്രസൻറ്റ് എക്സാമ്പിൾ, ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ്. അതൊരു ഹാബിറ്റാണ്, അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആയപ്പോഴോ ഐ ഡ്രങ്ക് ടീ യെസ്റ്റർഡേ. ഇന്നലെ, കഴിഞ്ഞുപോയ കാര്യം. ഡ്രങ്ക്, വെർബിൻ്റെ ഡ്രിങ്കിൻ്റെ സെക്കൻഡ് ഫോം എടുത്ത് ഡ്രങ്ക്. പ്രസൻറ്റ് കണ്ടിന്യൂസി വന്നപ്പോൾ ഐ ആം ഡ്രിങ്കിങ് ടീ നൗ. ഞാൻ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇപ്പോഴത്തെ കാര്യം പറയാൻ, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക, ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസി വന്നപ്പോഴോ ഐ വാസ് ഡ്രിങ്കിങ് ടീ ദിസ് മോർണിംഗ് വെൻ ഐ ഗോട്ട് എ ഫോൺ കോൾ ഫ്രം എ അങ്കിൾ. എൻ്റെ അങ്കിളിൻ്റെ ഫോൺ വന്നപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാവിലെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ ഫോൺ വന്നു, അല്ലേ? അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് മനസ്സിലായോ? ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അങ്കിളിൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത്, അല്ലേ? അപ്പോൾ അത് ബ്രേക്കായി. ഇപ്പോൾ ഈ 4 ടെൻസസിൻ്റെ വ്യത്യാസം മനസ്സിലായോ? സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കാണുക. നിങ്ങൾക്കിത് മനസ്സിലാകും. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് എഴുതി വച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് നിങ്ങൾക്കറിയുമോ എങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്ന്? അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഞാൻ പറഞ്ഞില്ലേ ഒരു വെർബിന് 3 ഫോം ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തത് V1 പ്രസൻറ്റിലും V2 പാസ്റ്റിലും. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ V3. ഓക്കെ, ഇപ്പം ഐ യു ദേ വിയുടെ കൂടെ എപ്പോഴും, അതായത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും വരും.
ഒരു എക്സ്പീരിയൻസ് പറയാനോ റീസെൻറ്റ് ആക്ഷൻസ് പറയാനോ ഇവൻറ്റ് പറയാനോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസുകൾ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിക്കേ. ജെറോം ഹാസ് വിസിറ്റഡ് കാനഡ 2 times. അതൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ആ ജെറോം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആയതുകൊണ്ടാണ് നമ്മൾ ജെറോം ഹാസ് വിസിറ്റഡ് കാനഡ എന്ന് പറഞ്ഞത്. ഓക്കെ. വി ഹാവ് സീൻ 1 movie ദിസ് വീക്ക്. ദിസ് വീക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നോക്കിക്കേ, ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് മന്ത് എന്ന് പറഞ്ഞത് അവസാനിക്കാത്ത ഒരു കാര്യമാണ് അല്ലേ. അവസാനിക്കാത്ത ടൈം പീരീഡിനെ പറയാൻ, അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ദിസ് ഇയർ, ദിസ് വീക്ക്, ദിസ് മന്ത്, അതിനെ സൂചിപ്പിക്കാനും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. മിനി ഹാസ് ലോസ്റ്റ് ഹെർ ബാഗ്. അവിടെ ബാഗ് ലോസ്റ്റ് ആയതിനാണ് പ്രാധാന്യം അല്ലേ. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. എൻ്റെ ജോലി അവസാനിച്ചിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ജോലിക്കാണ് ഇമ്പോർട്ടൻ്റ്. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈമിനാണ് പ്രാധാന്യം അല്ലേ. അല്ല, കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ റീസെൻ്റ് ആക്ഷനോ ഇവൻസോ പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. ഈ 3 എക്സാമ്പിളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3, സിംഗുലറിൻ്റെ കൂടെ ഹാസ് പ്ലസ് V3. പിന്നെ ദിസ് ഇയർ, ദിസ് മന്ത്, ദിസ് വീക്ക് എന്നൊക്കെ അവസാനം വന്നാലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസുകൾ ആയിരിക്കും. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? 3 എക്സാമ്പിൾ, എക്സ്പീരിയൻസ് പറയാൻ, റീസെൻ്റ് ആക്ഷൻ ഓർ ഇവൻറ്റ് പറയാൻ. നമ്മൾ ഒരാൾ ഈ എക്സ്പീരിയൻസ് പറയുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ആളുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അത് മറന്നു പോകരുത്. ആൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഹാസ് വിസിറ്റഡ് എന്ന് പറഞ്ഞേക്കുന്നത്. മരിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയില്ല, ഹാസ് വെച്ചിട്ട് പറയില്ല. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അതിൻ്റെ ഫോം മറന്നു പോകരുത്. ഈ ദിസ് ഇയർ, ദിസ് മന്ത്, ദിസ് വീക്ക് എന്നുള്ള കാര്യങ്ങളും മറന്നു പോകരുത്. ഒരു എക്സ്പീരിയൻസ് പറയാനാണെന്നും റീസെൻ്റ് ആക്ഷനോ അല്ലെങ്കിൽ ഇവൻറ്റ് പറയാനോ ആണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നതെന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റും എന്താണെന്നും മനസ്സിലായി അല്ലേ. ഇപ്പോൾ നമ്മൾ 5 ടെൻസിനെ കുറിച്ച് പറഞ്ഞു, ടെൻസസ് പഠിച്ചു. 4 എണ്ണം നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്തു. 5ാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ്, അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. വീണ്ടും ഞാൻ പറയുന്നു, ഒരു എക്സ്പീരിയൻസ് പറയാനോ റീസെൻ്റ് ആക്ഷൻസ് പറയാനോ ഒരു ഇവൻറ്റ് പറയാനോ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. ജെറോം ഹാസ് വിസിറ്റഡ് കാനഡ 2 times. വി ഹാവ് സീൻ 1 movie ദിസ് വീക്ക്. മിനി ഹാസ് ലോസ്റ്റ് ഹെർ ബാഗ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ക്ലിയർ? അപ്പോൾ ഈ 5 ടെൻസും ഓരോ പ്രാവശ്യം ഒരു എക്സാമ്പിളെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ട് വേണം മുന്നോട്ട് അടുത്ത ടെൻസിലേക്ക് പഠിക്കാൻ പോകാൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തറോ ആയി പോയില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരാതിരിക്കാൻ എപ്പോഴും പഠിച്ചതിൻ്റെ തൊട്ടു മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും 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 മാച്ച് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം, സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇപ്പോൾ പഠിക്കുന്ന നിങ്ങൾ ഒരു ബുക്കിൽ ഒരു പേജിൽ എല്ലാത്തിൻ്റെ ഫോമും ഒരു എക്സാമ്പിളും നേരെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ 6ാമത് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. തെറ്റരുത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. അതിൻ്റെ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ടു സീ യു ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് നിന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, നിൽക്കുക ഇപ്പോഴും. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ടു സീ യു ഫോർ 2 hours. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം സംഭവിക്കുക. നേരത്തെ തൊട്ടേ ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ.
അപ്പോൾ ഒരു പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എപ്പോഴത്തോട്ടാണ്? രാവിലെ മുതൽ അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി? 2 വർഷമായി. അപ്പോൾ 2 വർഷമായിട്ട് നമ്മളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. എക്സാമ്പിൾ, ഐ ഹാഡ് വോക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. എന്താണ്? ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ. നടന്നായിരുന്നു. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് നടന്നിട്ടാണ് നടന്നേച്ച് വന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത് അല്ലേ. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ 2 അതിലധികമോ ആക്ഷൻ നടന്നാൽ അതിൽ ആദ്യം നടന്ന കാര്യം പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏതാണ് ആദ്യം നടന്നത്? ഐ ഹാഡ് വോക്ക്ഡ്, നടന്നതാണ് ആദ്യം അല്ലേ. അപ്പം അവിടെ നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. ഐ ഹാഡ് വോക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങിയത് നടന്നേച്ച് വന്നിട്ടാണ്. അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ നടക്കാൻ പോയതായതുകൊണ്ടാണ് ഐ ഹാഡ് വോക്ക്ഡ്. 2 പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ തന്നാൽ അതിൽ ആദ്യം നടന്ന കാര്യത്തിൻ്റെ കൂടെ ആയിരിക്കണം പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഹാഡ് V3 ചേർക്കേണ്ടത്. രണ്ടാമത്തെ സിമ്പിൾ എക്സാമ്പിൾ നോക്കിക്കേ. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അത് വെറും സിമ്പിൾ ഒരൊറ്റ സെൻറ്റൻസ് ആണ് അല്ലേ. ഐ ഹാഡ് സ്റ്റഡീഡ്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞു നോക്കിയാൽ സ്റ്റഡീഡ് വൈ മാറ്റി ഐ ഇട്ട് IED ആക്കി. കണ്ടോ, സ്റ്റഡീഡ്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ V3 ഫോം. സ്റ്റഡീഡ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. മനസ്സിലായോ? ഈ 2 എക്സാമ്പിളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന്. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫോം? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന്? ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING. എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. ദ ഗ്രൗണ്ട് വാസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. എന്താണ്? നമ്മൾ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന കാര്യത്തെ 2 പാസ്റ്റിലെ കാര്യങ്ങളാണ്. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഒരു ആക്ഷനും സംഭവിച്ചു. അപ്പോൾ ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക ആയിരുന്നു. മനസ്സിലായോ? മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഗ്രൗണ്ട് നനഞ്ഞു, തറ നനഞ്ഞു. മനസ്സിലായോ? അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് തറ വെറ്റായത്. അപ്പോൾ ഒരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ഒന്നും ഫിനിഷ് ആവുകയും ചെയ്തു. അപ്പോൾ 2ഉം പാസ്റ്റ് ആക്ഷനാണ്. പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ തെറ്റിപ്പോകരുത്. പാസ്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റിൽ പൂർത്തിയാകാതെ മറ്റൊരു ആക്ഷൻ നടക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റിലോ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ പൂർത്തിയായി, പിന്നെ അടുത്ത ആക്ഷനും നടന്നു. അപ്പം ഇത് 2ഉം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ തെറ്റിപ്പോകരുത്. അപ്പോൾ വീണ്ടും നമ്മൾ 8 ടെൻസസ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് എഴുതി വയ്ക്കണം. എല്ലാത്തിൻ്റെയും ഫോമും എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം ഓരോ എക്സാമ്പിൾ അതിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചാൽ, ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും വിശദമായി ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ബേസിക്കാണ്. ബേസിക് മനസ്സിലായാൽ മുന്നോട്ടുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കിക്കേ. പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ നേരത്തെ 4 പഠിച്ചു. ഇപ്പോൾ അടുത്ത 4ൻ്റെ റിവ്യൂ ആണ്. പെർഫെക്റ്റിൻ്റെ റിവ്യൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് വോക്ക്ഡ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ഐ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 3 hours. 3 മണിക്കൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റോ
ഐ ഹാഡ് വാക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. അല്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നതാണ്, ഗസ്റ്റ് വന്നപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ക്ലിയർ? 9th വൺ സിമ്പിൾ ഫ്യൂച്ചർ. അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. വില്ല് വെച്ചും ഗോയിങ് ടു വെച്ചും നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിനെ പറയാം. ഫസ്റ്റ് ഫോം വില്ല് വെച്ചിട്ടാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം. അത് ഗോയിങ് ടു വെച്ചാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ഗോയിങ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇത് രണ്ടും നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും മടിയും പേടിയും ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ സെയിം മീനിങ് തന്നെയാണ്. എക്സാമ്പിൾ, വില്ല് കൊണ്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഐ വിൽ കം, ഉറപ്പ്, ഞാൻ വരും. ഐ വിൽ വാക്ക് ടുമാറോ, ഞാൻ നാളെ നടക്കും. നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അല്ലേ. ഐ വിൽ കം, ചിലപ്പോൾ വരാതിരിക്കാം, ചിലപ്പോൾ വരാം. ഐ വിൽ കം, അങ്ങനെ ഫ്യൂച്ചറുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് 10ാമത്തത്. അതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് ING. ഒരു ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്ന് ഇമാജിൻ ചെയ്ത് നമ്മൾ പറയാൻ പോവുകയാണേ. എന്താ എൻ്റെ എക്സാമ്പിൾ എന്നറിയോ? ഐ വിൽ ബി റൈറ്റിംഗ് എക്സാം ടുമാറോ, ഞാൻ നാളെ എക്സാം എഴുതുകയായിരിക്കും. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ എഴുതുമായിരിക്കും. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഐ വിൽ ബി റൈറ്റിംഗ് എക്സാം ടുമാറോ. ഓക്കെ, ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ പറയുക. നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റ് 10 AM ടുമാറോ ഐ വിൽ ബി ഡ്രൈവിംഗ് ടു ആലപ്പുഴ. നമ്മൾ നാളെ 10 മണിക്ക് ആലപ്പുഴയ്ക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓൺഗോയിങ് ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെ മുന്നേ നമ്മൾക്ക് അത് പറയണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എങ്ങനെ ഉപയോഗിക്കും എന്നും പഠിച്ചില്ലേ. അടുത്ത നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് പഠിക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ അല്ല. അത് നമ്മൾക്ക് വളരെ 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 റെയറായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും അത്ര പേടിക്കണം. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ബൈ ഏപ്രിൽ ഐ വിൽ ഹാവ് സേവ്ഡ് 1 lakh rupees. ബൈ ഏപ്രിൽ ഐ വിൽ ഹാവ് സേവ്ഡ് 1 lakh rupees. എന്താണ്? ഏപ്രിലിനകം ഞാൻ 2 ലക്ഷം രൂപ സേവ് ചെയ്തിട്ടുണ്ടാകാം. ഫ്യൂച്ചറിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് പറയുക. ഓക്കെ, ബൈ ഏപ്രിൽ ഐ വിൽ ഹാവ് സേവ്ഡ് 1 lakh rupees. 1 ലക്ഷം രൂപ സേവ് ചെയ്തിട്ടുണ്ടാകാം. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതും ഉപയോഗത്തിൽ കുറവാണ്. അതും ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി, പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ടെൻസ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് ING. എക്സാമ്പിൾ, ബൈ ഏപ്രിൽ ഐ വിൽ ഹാവ് ബീൻ സേവിങ് മണി ഫോർ 5 months. എന്താണ്? ഏപ്രിൽ ആകുമ്പോഴേക്കും 5 മാസമായിട്ട് ഞാൻ പണം സേവ് ചെയ്തിട്ടുണ്ടാകും. സംഭവിച്ചിട്ടില്ല. നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഇങ്ങ് പറയുക. ഞാൻ 5 മാസത്തെ പൈസ സേവ് ചെയ്തിട്ടുണ്ടാകും. എപ്പോഴാണ്? ഏപ്രിൽ ആകുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിൽ 5 മാസത്തെ ക്യാഷ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ടെൻസസ് എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 12 ടൈപ്സ് ടെൻസസ് ഉണ്ടെന്നും അതിൽ ഓരോന്നും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലായി അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്, അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വേഗം വരാം. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ആദ്യമേ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് സംസാരിക്കുമ്പോൾ ഓരോ ടെൻസസ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും മിസ് ചെയ്യാതെ കാണുന്നതിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക.
അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. If you have any questions, you can feel free to contact me in my WhatsApp number. എൻ്റെ വാട്സാപ്പ് നമ്പർ 9249237329. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം വരാം. അതുവരെ കാത്തിരിക്കുക. ബായ്.